പിണറായിയും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ബന്ധത്തെ ചൊല്ലി CPM-ഉം CPI-യും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിണറായിയും വെള്ളാപ്പള്ളി നടേശനും ഒരുമിച്ച് കാറിൽ ചുറ്റിക്കറങ്ങി വിലസിയതാണ് CPI നേതാക്കളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. എന്നാൽ വെള്ളാപ്പള്ളിയുമായുള്ള പിണറായിയുടെ ബന്ധമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് തിരിച്ചടിയായതെന്നും CPI ആരോപിക്കുന്നുണ്ട്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തെ കൂടുതലും വിമർശിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയുള്ള ഒരാളോട് കേരളത്തിന്റെ മുഖ്യൻ കൂട്ടുകൂടിയത് മുസ്ലിം സമുദായത്തെ ആകെ പ്രകോപിപ്പിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ അവർക്ക് കിട്ടാതെ വന്നു. അങ്ങനെയാണ് അവർ ആ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ടതെന്നാണ് CPI ആരോപിക്കുന്നത്. ഇതിൽ പ്രകോപിതനായി ഇപ്പോഴിതാ CPI-യെ കടന്നാക്രമിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. രൂക്ഷമായ വിമർശനങ്ങളാണ് വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPI എന്ന പാർട്ടിയിലെ നേതാക്കൾ മുഴുവനും ചതിയൻ ചന്തുമാരാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം. കൂടാതെ 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ സർക്കാരിനെ തള്ളിപ്പറയുകയാണെന്നും വെള്ളാപ്പള്ളി CPI-യെ കടന്നാക്രമിച്ചു. അതായത് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് തങ്ങളെ കൊണ്ടുള്ള ആവശ്യങ്ങളെല്ലാം നേടിയിട്ട് തന്നെ തള്ളിക്കളയുകയാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ ആരോപണം. സത്യം പറഞ്ഞാൽ ഈ വിഷയം കാരണം ഏതായാലും LDF-ൽ ഒരു വിള്ളൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം മുഖ്യനുമായി അടുത്ത ബന്ധമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെയാണ് തിരഞ്ഞെടുപ്പിൽ തോൽവിയുടെയും മറ്റ് വിഷയങ്ങളുടെയും കുറ്റങ്ങൾ CPI പഴിചാരുന്നത്. അതൊരിക്കലും മുഖ്യനോ CPM നേതാക്കളോ അംഗീകരിക്കില്ല. അങ്ങനെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും CPM-ഉം CPI-യും തമ്മിൽ ഒരു വിള്ളൽ വീഴുമെന്ന് ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. വർക്കല ശിവഗിരി മഠത്തിന്റെ വാർഷിക പരിപാടിക്ക് ശേഷം മടങ്ങുന്നതിനിടെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിവാദ പ്രതികരണം. അതേസമയം പ്രതികരണത്തിന്റെ ഇടയിൽ മാധ്യമങ്ങളോട് വെള്ളാപ്പള്ളി നടേശൻ തട്ടിക്കയറുന്നതും കാണാം. വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിൽ പ്രതികരണം തേടിയപ്പോഴായിരുന്നു ചൂടായത്. മൈക്ക് തട്ടിമാറ്റിയ ശേഷം അവിടെ നിന്നും വെള്ളാപ്പള്ളി കാറിൽ കയറി പോവുകയായിരുന്നു. വർഗീയവാദിയാണെന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ മലപ്പുറത്തെക്കുറിച്ച് താൻ പറഞ്ഞത് ശരിയായ കാര്യമാണെന്നും മലപ്പുറം അടക്കമുള്ള മലബാറിലെ 3 ജില്ലകളിൽ SNDP-ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ലെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു. SNDP-ക്ക് സ്ഥലമൊക്കെയുണ്ടെന്നും എന്നാൽ അനുമതി കിട്ടുന്നില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. ഇതിനുശേഷമാണ് പ്രകോപിതനായ സ്ഥലത്ത് നിന്നും വെള്ളാപ്പള്ളി പോയത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു. ചതിയൻ ചന്തു എന്ന പ്രയോഗം ചേരുന്നത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണെന്നും LDF-ന് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വെള്ളാപ്പള്ളിയല്ല LDF-ന്റെ മുഖമല്ല വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിയെ തന്റെ കാലിൽ കയറ്റില്ലെന്നും മുഖ്യമന്ത്രിയെ ഉന്നമിട്ടുള്ള വിമർശനം CPI-യിൽ ഉണ്ടായിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വെള്ളാപ്പള്ളി യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്നും ബിനോയ് വിശ്വം പറയുന്നു.